ഇന്നത്തെ ഇതൊരു സ്പെഷ്യൽ വിഭവമാണ്. നമ്മുടെ ചക്കയുടെ പുറത്തുള്ള കവറില്ലേ, അതിന് ചക്കപ്പോണ്ടി എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കമൻറ്റിൽ രേഖപ്പെടുത്തണേ. ആ വൈറ്റ് കളറിലുള്ള പ്ലാസ്റ്റിക് പോലുള്ളതല്ല, അതിനും പുറത്തുള്ള നമ്മുടെ ചുള എടുത്ത് നമ്മൾ കഴിച്ചതിന് ശേഷമുള്ള ആ കവർ, അത് സെപ്പറേറ്റ് ആക്കി എടുക്കുക. അത് വലിയ ചക്കക്കുരുവിൻ്റെത് മാത്രമേ നമുക്ക് എടുത്താൽ ശരിയാവുള്ളൂ. അപ്പോൾ വലിയ കുരുവിൻ്റെത് കിട്ടുകയാണെങ്കിൽ ഇതിങ്ങനെ കവറാക്കി എടുത്ത് അതിന് കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും കൂടെ പെപ്പർ പൊടിയും ഇറക്കി എടുത്തിട്ട് ഇതുപോലെ എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഈ ചക്ക ചില്ലിക്ക് വേണ്ടിയിട്ടുള്ളത് ക്യാപ്സിക്കവും വലുതായി അരിഞ്ഞിട്ടുള്ള ഉള്ളിയുമാണ്. ഉള്ളിയും ക്യാപ്സിക്കും വലിയ വലിയ പീസായി അരിയുക. അതേ എണ്ണയിൽ അതും കോരി മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ എല്ലാം കൂടെ ഈ ചക്കക്കുരുവിൻ്റെ കവറും ക്യാപ്സിക്കവും അണിയനും കൂടെ ഇതുപോലെ ഒന്ന് വേറൊരു പാത്രത്തിലേക്കിട്ട് നന്നായി മിക്സായി യോജിപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ കൂടെ നമ്മൾ ചില്ലി ചിക്കൻ്റെ പൊടി, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ചില്ലി ചിക്കൻ ഈസ്റ്റേൺ പൊടിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അത് മാർക്കറ്റിങ്ങൊന്നല്ല കേട്ടോ. അപ്പോൾ അത് അതിലൂടെ തൂവി അതും കൂടെ മിക്സാക്കി യോജിപ്പിച്ച് മേലെ കൂടെ മല്ലിയില തൂവിയാൽ നമ്മുടെ ചക്ക ചില്ലി റെഡിയാണ്. നല്ല കിഡിലൻ റെസിപ്പിയാണ്. നമ്മുടെ രഞ്ജിനി ചേച്ചിയുടെ റെസിപ്പിയാണ്. രഞ്ജിനി ചേച്ചി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ എടുത്തതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറാണ്. യമ്മി യമ്മി. ചിരിച്ചുണ്ടാക്കും.